പലതരം അച്ചാറുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? മാങ്ങ, നെല്ലിക്ക, നാരങ്ങ അങ്ങനെ. ഇന്ന് നമുക്കൊരു ഈന്തപ്പഴം കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ? അതിനായി 1/2 കിലോ ഈന്തപ്പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുയെല്ലാം കളഞ്ഞ് ഇതുപോലെ നീളനെ കീറി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി ഒരു 8-9 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്കൊരു ചട്ടി വെച്ച് ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള എണ്ണ. അതിൽ നമ്മളൊരു 4-5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തു. അത് നന്നായി ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മളിത് തീ കുറച്ച് വെച്ച ശേഷം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളറായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. മൊരിഞ്ഞൊരു ഗോൾഡൻ കളറായി വന്നതിന് ശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കായംപൊടി, 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ തീയിലിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ നമ്മൾ കോൽപ്പുളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് സോക്ക് ചെയ്യാൻ വെച്ച ശേഷം പുളി പിഴിഞ്ഞെടുത്തതാണ്. ആ വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ചെറിയ തീയിൽ കിടന്നതൊന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. 1 അച്ച് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇടിച്ച് പൊടിച്ച ശേഷമാണ് അതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ചെറിയ തീയിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കണം. ഒരു 4-5 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണ്. ഈന്തപ്പഴം ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്ക് അതിൻ്റെ എരിവും പുളിയും മധുരവും ഒക്കെ എത്തുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ ഈന്തപ്പഴമൊക്കെ ചെറിയ തീയിൽ കിടന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.